ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു സമൂസയാണ് ഇന്ന് ചെയ്യുന്നത്. സമൂസ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയല്ല പൊതുവേ സമൂസ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഒരു വെറൈറ്റി ഷേപ്പിലുള്ള സമൂസ. നമ്മൾ സാധാരണ ഡെയിലി കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഷേപ്പിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. സമൂസന്നോ കട്ട്ലേറ്റിനോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഞാനിപ്പോൾ സമൂസ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1-2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ അടച്ച് വെച്ചിട്ടാണെങ്കിൽ അടച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. തുറന്ന് വെച്ചിട്ടാണെങ്കിൽ ചെറിയ തീയിലിട്ട് കൊടുക്കണേ, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ പൊടികൾ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ഒരു മസാല 2 സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്നാക്ക് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ, ഒരു സ്നാക്ക് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചേ മതിയെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്നാക്കില്ലേ, ഇതിലധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സവാള വെച്ചിട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ 1-2 പ്ലേറ്റിലൊക്കെ, ഒരു 1-2 പ്ലേറ്റ് എന്ന് വെച്ചാൽ വലിയ പ്ലേറ്റൊന്നുമല്ല, സാധാരണ നമ്മൾ സ്നാക്കൊക്കെ കഴിക്കുന്ന പ്ലേറ്റില്ലേ, ചെറിയ പ്ലേറ്റ്, അതിലൊക്കെ സെർവ് ചെയ്യാനുള്ള സ്നാക്ക് ഉണ്ടാവും. അതായത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കിഴങ്ങാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കിഴങ്ങിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ കൈ വെച്ചിട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബീഫ് പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, മട്ടൻ ആണെങ്കിൽ മട്ടൻ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊന്ന് ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്, എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. അപ്പോൾ കയ്യിൽ വെള്ളമോ എണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു സൈസിലുള്ള ബോൾസ് നല്ല വലുതാക്കണ്ട കേട്ടോ. ചെറുതാണ് കാണാനും ഭംഗിയുണ്ടാവുക, നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യാം. ഇപ്പം ഞാനെല്ലാം ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചെല്ലാം മസാല എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 10-12 എണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കവർ ചെയ്യാനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പിനടുത്ത് മൈദ ചേർത്തിട്ട് നമ്മൾ സാധാരണ സമൂസക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല, അതിൻ്റെ കവറിങ് അതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെട്ടിപ്പത്തലിൻ്റെ വീഡിയോ റംഷി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലേഡീസ് പ്ലാനറ്റ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ വരുന്ന ഐ ബട്ടണിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ മൈദ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൈദ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മാവാണുള്ളത്, ഇത് നമുക്ക് 2 ബാച്ചാക്കി എടുക്കണം. അപ്പോൾ ഈക്വലായിട്ടുള്ള 2 ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ബോൾ നന്നായിട്ട് ഇനി പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പിന്നെ പരത്തിയെടുക്കുമ്പം നല്ല കട്ടിയാവരുത്, കട്ടിയായാൽ പിന്നെ വെന്ത് കിട്ടൂല, മൈദയല്ലേ. പിന്നെ നല്ല തിന്നും ആവരുത്. നല്ല റൗണ്ടായിട്ട് പരത്തിയെടുക്കണമെന്നില്ല, അത്യാവശ്യം ഒപ്പിച്ച് റൗണ്ടാക്കി എടുക്കണേ. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അധികം തിക്കുമല്ല, അധികം നല്ല തിന്നും ആക്കി എടുത്തിട്ടില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയൊരു വീതി വേണം. നമ്മൾ ആ ഒരു ബോൾ വെക്കാൻ സ്പേസ് വേണം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് 2 പാർട്ടായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി ഒരു പീസിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുട്ടി വെച്ച ബോൾ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ചുരുട്ടിയെടുത്തിട്ട് ഞാനില്ലേ ടൂത്ത് പിക്ക് കുത്തി വെക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ടൂത്ത് പിക്കൊക്കെ കുത്തിയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ അറ്റത്ത് വെള്ളമാക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. ആ സൈഡിലായിട്ട് അറ്റത്തായിട്ട് ആ ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ. കണ്ണൂരിലൊക്കെ ഈ നോമ്പിൻ്റെ സമയത്ത് പുതിയാപ്പിളമാരുടെ വീട്ടിലൊക്കെ സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. പിന്നെ പുറത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നേ നിൽക്കുന്ന സമയത്തൊക്കെ മലപ്പുറത്തും പിന്നെ തൃശ്ശൂരൊക്കെയുള്ള ഫാമിലി ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പം അവർക്കൊന്നും അതില്ല. പക്ഷെ നമ്മളിതിലൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പുതുമോടിയുള്ള കപ്പിൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആണിൻ്റെ വീട്ടിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ എൻ്റെ പഴയ സ്നാക്സിൻ്റെ വീഡിയോയിലൊക്കെ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള സ്നാക്സ്, അതായത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഫില്ലിങ് തന്നെയാണ്, കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് തന്നെയാണ്. പക്ഷെ കാണുന്ന സമയത്ത് ഇതെന്താപ്പാ എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കും. കാണാനൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ആ ടൂത്ത് പിക്ക് നന്നായിട്ട് തൂക്കി പിടിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ടൂത്ത് പിക്കിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമ്മുടെ രണ്ടറ്റത്തുള്ള ഫില്ലിങ്ങിൻ്റെ കളർ നല്ലൊരു റെഡ് കളറായി മാറും. അപ്പോൾ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. പുറം ഭാഗം നല്ല ബ്രൗൺ കളറാക്കി എടുക്കണ്ട, ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആക്കി എടുത്താൽ മതി. ആ രണ്ട് കളറും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ കഴിക്കാനും എടുക്കാനും ഒക്കെ തോന്നും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റേ പറഞ്ഞില്ലേ ഈ ഫില്ലിങ് വെച്ചിട്ട് വേറൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യണം കേട്ടോ പ്ലീസ്. കാരണം ഇപ്പോൾ തീരെ വ്യൂസ് കിട്ടുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പിന് ഓരോരോ റെസിപ്പി ഇട്ടിട്ട് ആരും കാണുന്നില്ല. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.